ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ഓഫ് യോഗയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിനുള്ള യോഗാസനാസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പ്രേയർ. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്തത് സൂക്ഷ്മ വ്യായാമം ചെയ്യാം. ആദ്യം കഴുത്തിൻ്റെ റൊട്ടേഷൻ ചെയ്യാം, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. രണ്ടും ഒരു 5 വട്ടം വീതം ചെയ്യാം. അടുത്തത് താഴേക്കും മുകളിലേക്കുമായിട്ട് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ. നെക്സ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്. നെക്സ്റ്റ് ഷോൾഡർ ജോയിൻറ്റിന് റൊട്ടേഷൻ ചെയ്യാം, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 5 വട്ടം വീതം ചെയ്യാം. അതുപോലെ തന്നെ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ റൊട്ടേഷനും ചെയ്യാം. നെക്സ്റ്റ് കാലുകൾ കുറച്ച് അകത്തി വെച്ച് കൈ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിപ്പ് ജോയിൻറ്റ് റൊട്ടേഷൻ ചെയ്യാം, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അടുത്തത് ഓരോ കാലുകളും ഇതുപോലെ 5 വട്ടം വീതം സ്വിംഗ് ചെയ്യാം. നെക്സ്റ്റ് ആംഗിൾ ജോയിൻറ്റിൻ്റെ റൊട്ടേഷനും ഇതുപോലെ 2 കാലിലുമായിട്ട് ചെയ്യാം. ഇനി ആസനാസിലേക്ക് കിടക്കാം. ആദ്യം താടാസന. കാലുകൾ അടുപ്പിച്ച് വെച്ച് 2 കൈകളും ഇന്റർലോക്ക് ചെയ്തതിനു ശേഷം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്താം. സാവധാനം ഉപ്പൂറ്റികളും പരമാവധി ഉയർത്താം. ഈ നിലയിൽ നിന്നുകൊണ്ട് 5 പ്രാവശ്യം വരെ നോർമൽ ബ്രീത്തിങ് ചെയ്യാം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകളും ഉപ്പൂറ്റികളും പതുക്കെ താഴ്ത്താം. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നേരെ നോക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് ഏകാഗ്രമാക്കാനും നടുവേദനയും കാൽമുട്ടുവേദനയും കുറയ്ക്കാനും ഇത് എന്നും പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ഇരുന്ന് ചെയ്യാവുന്ന യോഗാസനം നോക്കാം. വാലാസന. മുട്ടുകൾ മടക്കി വജ്രാസനത്തിൽ ഇരിക്കാം. ശേഷം ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനോടൊപ്പം കൈകൾ നിവർത്തി ഫ്രണ്ടിലേക്ക് പോയി തല തറയിൽ മുട്ടിക്കാം. ഈ സ്ഥിതിയിൽ ഒരു 5 പ്രാവശ്യം നോർമൽ ബ്രീത്തിങ് ചെയ്തതിനു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരാം. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യാം. ഇതുപോലെ ഒരു 2 തവണ റിപ്പീറ്റ് ചെയ്യാം.
സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കാനും ബാക്ക് പെയിനിനും നെക്ക് പെയിനിനും ബാലാസനം വളരെ നല്ലതാണ്. അടുത്തതായി കമഴ്ന്ന് കിടന്നുകൊണ്ട് ഭുജംഗാസനം ചെയ്യാം. കമഴ്ന്ന് കിടന്നതിന് ശേഷം 2 കൈപ്പത്തിയും തോളിന് നേരെ വെച്ച് പതിയെ ശ്വാസം എടുത്തുകൊണ്ട് തല, നെഞ്ച്, നാഭി വരെ ഉയർത്തിപ്പിടിക്കുക. ഈ സ്ഥിതിയിൽ 5 വട്ടം നോർമൽ ബ്രീത്തിങ് ചെയ്തതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴേക്ക് വരാം. ഇതുപോലെ 2 തവണ റിപ്പീറ്റ് ചെയ്യാം. ശേഷം മകരാസനത്തിൽ റെസ്റ്റ് ചെയ്യാം. ഇതുപോലെ കൈ മുഴുവൻ സ്ട്രെച്ച് ചെയ്ത് തല പുറകിലേക്കാക്കി സ്ട്രെയിൻ കൊടുത്ത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭുജംഗാസനം സ്പൈനിനെ സ്ട്രെങ്തൻ ചെയ്യാനും ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ലങ് കപ്പാസിറ്റി കൂട്ടുന്നതിനും ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് പവനമുക്താസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മലർന്ന് കിടന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കാൽ മടക്കി ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ താടി മുട്ടിക്കാം. ഈ സ്ഥിതിയിൽ 5 വട്ടം നോർമൽ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. ഇനി ശ്വാസം എടുത്ത് 2 കാലുകളും മടക്കി കൈകൾ ഇന്റർലോക്ക് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് താടി മുട്ടിക്കാം. നോർമൽ ബ്രീത്തിങ് ചെയ്തതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം. ഇതുപോലെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. പവനമുക്താസനം ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ബാക്ക് പെയിനിനും വളരെ നല്ലതാണ്. ലാസ്റ്റ്ലി ശവാസനം കൂടി ചെയ്ത് യോഗ അവസാനിപ്പിക്കാം. കണ്ണടച്ച് കൈകളും കാലുകളും റിലാക്സ് ചെയ്തതിനു ശേഷം ശ്വാസഗതിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് 5 മിനിറ്റെങ്കിലും ശവാസനത്തിൽ കിടന്ന് റിലാക്സ് ചെയ്യാം. സാവധാനം കണ്ണുകൾ തുറന്ന് ഒരു വശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാം. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. See you in the next video.